തിരുവനന്തപുരം വികാസ് ഭവനിലെ KSRTCയുടെ വാഹന പുക പരിശോധന കേന്ദ്രത്തിന്റെ ID സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ കൂടുതൽ നടപടികളുമായി KSRTC. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ജീവനക്കാരെ സർവീസിൽ നിന്നും നീക്കം ചെയ്തു. ഈ മാസം 8-ന് പൊല്യൂഷൻ സെന്ററിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരുന്നത്. KSRTCയുടെ വികാസ് ഭവൻ ഡിപ്പോയിലെ പൊല്യൂഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ തിരിമറി നടക്കുന്നതായി ജനം TV നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി. ജനം ഇമ്പാക്ട്. KSRTCയുടെ വികാസ് ഭവൻ ഡിപ്പോയിലെ പൊല്യൂഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ തിരിമറി നടക്കുന്നതായി വന്ന ജനം വാർത്ത ശരിവച്ച് നടപടി സ്വീകരിച്ചിരിക്കുകയാണ് KSRTC. ക്രമക്കേട് അടിയന്തരമായി പരിശോധിക്കുകയും പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ജീവനക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു. ഈ മാസം 8-ന് പൊല്യൂഷൻ സെന്ററിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കൂടുതൽ നടപടി സ്വീകരിക്കും. സമാനമായ കുറ്റമുണ്ടായാൽ അവർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുന്നതാണെന്ന് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. KSRTCയുടെ കീഴിലുള്ള വാഹന പുക പരിശോധനാ കേന്ദ്രത്തിൽ വ്യാജ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകിയ വാർത്ത ജനം TV പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതിനെ തുടർന്നാണ് തിരുവനന്തപുരം വികാസ് ഭവന് സമീപം പ്രവർത്തിച്ചിരുന്ന വാഹന പുക പരിശോധനാ കേന്ദ്രത്തിന്റെ ID മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. മാനന്തവാടിയിൽ സർവീസ് നടത്തിയ KSRTC ബസിന് തിരുവനന്തപുരത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് വ്യാജമായി നൽകിയെന്നും ജനം TV അന്വേഷണത്തിൽ തെളിഞ്ഞു. 1989-ൽ KSRTCയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബസിന്റെയും 2016-ൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബസിന്റെയും പുകയുടെ തോതും ഒരേ അളവിലാണെന്നും നൽകിയ 30ഓളം സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്നും ജനം TV കണ്ടെത്തിയിരുന്നു. വാഹന പുക പരിശോധനാ കേന്ദ്രം നടപ്പാക്കേണ്ട മാനദണ്ഡങ്ങൾ അട്ടിമറിച്ച് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയെന്ന് തെളിവ് സഹിതം ജനം TV പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടി. ജനം, തിരുവനന്തപുരം.